20 News. നമസ്കാരം, ബ്രില്യന്റ് എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കീം 2024 മെഡിക്കൽ അലൈഡ് കോഴ്സസ് സ്ട്രേ വേക്കൻസി 5ാം ഘട്ടം പ്രസിദ്ധീകരിച്ചു. സിംഗിൾ ഗേളിനനുസരിച്ച് ഇനി മുതൽ സീറ്റ് റിസർവേഷനും. നീറ്റ് 2025 ഓൺലൈനോ ഓഫ്ലൈനോ തീരുമാനം വൈകരുത്. രക്ഷിതാക്കളുടെ ആവശ്യങ്ങൾക്ക് പ്രസക്തിയേറുന്നു. നീറ്റ് PG 3ാം ഘട്ടം ഓപ്ഷൻ രജിസ്ട്രേഷൻ ജനുവരി 1 അവസാനിക്കും. കേരള മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് ഒഴിവ് വന്ന സീറ്റുകളിലേക്ക് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. വിശദാംശങ്ങളിലേക്ക്. 4 അലോട്ട്മെന്റുകളും അതിനുശേഷം സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റുകളും നടത്തിയിട്ടും നികത്താനാവാത്ത സീറ്റുകളാണ് കേരള എൻട്രൻസ് കമ്മീഷണർ റാങ്ക് ലിസ്റ്റ് പുനർനിർണയിച്ച് 5ാം ഘട്ട അലോട്ട്മെന്റിന്റെ ഓപ്ഷൻ ക്ഷണിച്ചിരിക്കുന്നത്. അതനുസരിച്ചുള്ള അലോട്ട്മെന്റാണ് ഇപ്പോൾ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. ആയുർവേദം, ഫിഷറീസ്, ക്ലൈമറ്റ് ചേഞ്ച് എന്നീ കോഴ്സുകളിലാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഡിസംബർ 31 12 മണിക്ക് മുൻപായി കോളേജുകളിൽ നേരിട്ടെത്തി പ്രവേശനം ഉറപ്പാക്കേണ്ടതാണ്. ഈ അധ്യയന വർഷത്തെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളുടെയും മുഴുവൻ സീറ്റുകളും അലോട്ട്മെന്റ് വഴി തന്നെ നികത്തണമെന്നുള്ള ഗവൺമെന്റ് ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് 5ാമതും സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റ് നടത്തേണ്ടി വന്നത്. രക്ഷിതാക്കൾക്ക് ആൺകുട്ടിയും പെൺകുട്ടിയുമായി ഒരു മകൾ മാത്രമേ ഉള്ളുവെങ്കിൽ സിംഗിൾ ഗേൾ ചൈൽഡ് സ്കോളർഷിപ്പ് സ്കീം നിലവിലുണ്ടായിരുന്നു. CBSE പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഈ സ്കോളർഷിപ്പ് സ്കീമിന് 2025 ജനുവരി 10 വരെ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. എന്നാൽ ഡൽഹി സെൻട്രൽ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളിൽ എല്ലാ കോഴ്സുകൾക്കും സിംഗിൾ ഗേൾ ചൈൽഡ് വിഭാഗത്തിന് ഇപ്പോൾ സീറ്റും റിസർവ് ചെയ്തിരിക്കുകയാണ്. CUET 2025 മുതൽ UG PG പ്രോഗ്രാമുകൾക്ക് പ്രവേശനം നേടുന്ന വിദ്യാർത്ഥിനികളിൽ ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രത്യേകമായി ഈ സീറ്റുകൾ അനുവദിക്കും. 2025 നീറ്റ് എക്സാം ഏത് മോഡിൽ നടത്തും എന്നതിനെ സംബന്ധിച്ച വ്യക്തതക്കുറവ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിവിധ മേഖലകളിൽ നിന്നും പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. വിഷ്ണു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 25 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ദേശീയ തലത്തിലെ ഏറ്റവും വലിയ പരീക്ഷയുടെ തീരുമാനങ്ങൾ നീളുന്നതിൽ രക്ഷിതാക്കൾക്ക് ശക്തമായ എതിർപ്പാണുള്ളത്. 2024 സമാന സാഹചര്യങ്ങളിലൂടെ തങ്ങളുടെ കുട്ടികളും കടന്നു പോകുമോ എന്ന ആശങ്ക അവർ പങ്കുവെക്കുന്നുണ്ട്. കാരണം പെട്ടെന്നുള്ള ഏത് തീരുമാനവും പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഒരു വിഭാഗം അതിനെ എതിർക്കുകയും ഒരുപക്ഷെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതകളുമുണ്ട്. പരീക്ഷാ തീയതി, നടത്തിപ്പ്, പ്രവേശനം എന്നിവയിൽ ഗവൺമെന്റിന്റെയും കോടതിയുടെയും കൃത്യമായ ഇടപെടലാണ് അവർ ആവശ്യപ്പെടുന്നത്. ഡോക്ടർമാരുടെ ദൗർലഭ്യമെന്ന് സുപ്രീം കോടതി പോലും പരാമർശിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നീറ്റ് UG PG പരീക്ഷയും പ്രവേശനവും സമയബന്ധിതമായി നടത്തുവാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ മെഡിക്കൽ കമ്മീഷൻ MBBS സീറ്റുകളുടെ വർധനവിന് വേണ്ടി അവരുടെ വെബ്സൈറ്റിൽ പുതിയ മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നതിനാവശ്യമായ അപേക്ഷയും നിലവിലുള്ള കോളേജുകളിൽ സീറ്റ് വർധനവിനുള്ള അപേക്ഷയും ക്ഷണിച്ചിട്ടുണ്ട്. വരുന്ന 5 വർഷം കൊണ്ട് 75,000 സീറ്റുകളുടെ വർധനവാണ് കേന്ദ്രം പ്രതീക്ഷിക്കുന്നത്. ഈ അവസരത്തിൽ കേരളത്തിനാവശ്യമായ പുതിയ സീറ്റുകളുടെ കാര്യത്തിലും വ്യക്തമായ ധാരണയോടെ ഒരുമിച്ച് മുമ്പോട്ട് പോകേണ്ടതുണ്ട് എന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നു. 2025 കേന്ദ്ര ബജറ്റ് ഉൾപ്പെടെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ എയിംസ് ഉൾപ്പെടെയുള്ള നമ്മുടെ ആവശ്യങ്ങളും വയനാട് ഉൾപ്പെടെയുള്ള മറ്റു ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ അംഗീകാരവും നാം നേടിയെടുക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം സ്വകാര്യ ഡീംഡ് കോളേജുകളിലെ ഫീസ് ഘടനയിലും രക്ഷിതാക്കൾ ഗവൺമെന്റ് ഇടപെടൽ പ്രതീക്ഷിക്കുന്നുണ്ട്. 50% സീറ്റുകളെങ്കിലും മെറിറ്റ് സീറ്റുകളാക്കി മാറ്റണമെന്ന വർഷങ്ങളായിട്ടുള്ള രക്ഷിതാക്കളുടെ ആവശ്യം നിയമപരിരക്ഷകളിലൂടെ ഉറപ്പാക്കാനും അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. നീറ്റ് PG 3ാം ഘട്ടം ഓപ്ഷൻ രജിസ്ട്രേഷൻ ജനുവരി 1 അവസാനിക്കും. ജനുവരി 4 അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. 2024 നീറ്റ് PG ഓൾ റാങ്ക് അനുസരിച്ചുള്ള ഗവൺമെന്റ് ഡീംഡ് മെഡിക്കൽ കോളേജുകളിലെ 3ാം ഘട്ട അലോട്ട്മെന്റ് ജനുവരി 4 പ്രസിദ്ധീകരിക്കും. mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി മുഖാന്തരമാണ് അലോട്ട്മെന്റ് നടപടികൾ. നിലവിൽ ഓൾ ഇന്ത്യ തലത്തിലും സംസ്ഥാന തലത്തിലും 2 ഘട്ട അലോട്ട്മെന്റാണ് പൂർത്തിയായിരിക്കുന്നത്. അതിനുശേഷം ഒഴിവ് വന്ന സീറ്റുകളിലേക്കാണ് ഇപ്പോൾ ഓപ്ഷനുകൾ ക്ഷണിച്ചിരിക്കുന്നത്. ഈ അലോട്ട്മെന്റുകളിലൊന്നും സീറ്റ് ലഭിക്കാത്തവർക്കും ഓൾ ഇന്ത്യ തലത്തിൽ 2ാം ഘട്ടത്തിൽ ലഭിച്ച സീറ്റ് അപ്ഗ്രേഡ് ചെയ്യുവാനും 2025 ജനുവരി 1 രാത്രി 12 മണി വരെയാണ് ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യുവാനുള്ള അവസരം. സംസ്ഥാന തലത്തിൽ പ്രവേശനം നേടിയവരെ ഈ ഘട്ടത്തിൽ പരിഗണിക്കുകയില്ല. നേരത്തെ പ്രഖ്യാപിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം ഓൾ ഇന്ത്യയിൽ 2ാം ഘട്ടത്തിൽ ലഭിച്ച സീറ്റ് രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുത്തി റിസൈൻ ചെയ്യുവാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് ഏറെ സൗകര്യപ്രദമായിട്ടുമുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.